സുനന്ദ നൈറ്റിയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഇത് അന്ന് ശ്രുതി കൊണ്ടുവന്ന നൈറ്റിയാണെന്ന് പറയും. സുനന്ദ അങ്ങോട്ട് വന്ന് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നിധി പറയും നന്നായിട്ടുണ്ട്. ശ്രുതി നിധിയും കൂടി ഇറങ്ങുമ്പോൾ ശ്രുതി പറയും സുനന്ദ നൈറ്റി ഇടുന്നുണ്ട്, പിന്നെന്താ ഇയാൾക്കിട്ടാൽ? നിധി പറയും അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. അവർ പോയി കഴിയുമ്പോൾ സുനന്ദ ചോദിക്കും എങ്ങനെയുണ്ട് സുഭാഷ് ഏട്ടാ? ഇതൊക്കെ കേൾക്കുമ്പോൾ നികേഷിന് ചിരി വരും. സുഭാഷ് പറയും നന്നായിട്ടുണ്ട്. സുനന്ദ പറയും എങ്ങനെ നന്നാവാതിരിക്കും, സുഭാഷ് ഏട്ടൻ വാങ്ങിച്ചു തന്നതല്ലേ. അവർ ആ കമ്പനിയുടെ മുന്നിലെത്തുമ്പോൾ നിധി പറയും നല്ല പ്രൊഫൈലുള്ള കമ്പനിയാണ്, ഞാൻ വരുന്നതിന് മുന്നേ ഗൂഗിളിൽ നോക്കിയിരുന്നു. ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനാ. മെസ്സേജ് അയച്ചിട്ട് ഫ്രണ്ട് ഇതുവരെ അതിന് റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല. ശ്രുതി വിളിക്കുമ്പോൾ ഫ്രണ്ട് കോൾ എടുക്കും. ശ്രുതി പറയടാ ഞാൻ കമ്പനിയുടെ താഴെ എത്തിയിട്ടുണ്ട്, അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കും. അയാൾ പറയും എടാ ഇന്നൊന്നും നടക്കില്ല, ഇന്നിവിടെ അച്ഛനുണ്ടെന്ന് പറയും. ശ്രുതി പറയും നീ എന്തെങ്കിലും ചെയ്യ്, ഒരു ഫേക്ക് ഇൻ്റർവ്യൂ നടത്തി വേഗം വിട്ടാൽ മതി എന്നൊക്കെ പറയും. അവൻ പറയും അതൊന്നും നടക്കുന്ന കാര്യമല്ല സുധീഷേ, അച്ഛന് ക്യാബിനിലിരുന്നാൽ എല്ലാം കാണാം, അതൊക്കെ അച്ഛന് മനസ്സിലാവും, പിന്നെ എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, നീ ഇവിടുന്ന് വേഗം പോകാൻ നോക്ക്. ശ്രുതി കുറേ അപേക്ഷിച്ച് നോക്കും, പക്ഷേ എന്ത് പറഞ്ഞിട്ടും അയാളത് സമ്മതിക്കില്ല. കോള് കഴിഞ്ഞിട്ട് ശ്രുതി പോയിട്ട് നിധിയോട് പറയും ഇന്ന് ഇൻ്റർവ്യൂ നടക്കില്ല. നമ്മൾ വരുന്ന വഴിക്ക് അവർ ഫോൺ വിളിച്ചിരുന്നു പോലും, അവരുടെ ചെയർമാൻ ഇന്ന് എന്തോ പരിപാടി ഉണ്ടെന്ന്. കുഴപ്പമില്ല, വേറൊരു ദിവസം നടക്കാവുന്നേ ഉള്ളൂ. നിധി പറയും അത് കുഴപ്പമില്ല, ഇത്ര വലിയ കമ്പനിയല്ലേ, അപ്പോൾ ജോലി കിട്ടുന്നത് അത്ര സിമ്പിളാവില്ല. ശ്രുതി പോയി വണ്ടി എടുത്തോ, നമുക്ക് പോവാം. ശ്രുതി സുഭാഷിൻ്റെ അടുത്ത് പോയിട്ട് ഇൻ്റർവ്യൂ നടക്കാത്ത കാര്യങ്ങളൊക്കെ പറയാണ്. സുഭാഷ് ചോദിക്കും അച്ഛനുള്ളതുകൊണ്ട് എന്താ ഇൻ്റർവ്യൂ നടക്കാതെ പോയത്, നീ വല്ല ഫ്രോഡ് പരിപാടിയാണോ കാണിക്കുന്നത്? ശ്രുതി പറയും അങ്ങനെയൊന്നല്ല സുഭാഷ് ഏട്ടാ, ഇൻ്റർവ്യൂ നടത്താമെന്ന് അവൻ പറഞ്ഞിരുന്നു, പക്ഷേ ജോലി കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല. ശ്രുതി പറഞ്ഞു വരുമ്പോൾ തന്നെ സുഭാഷിന് കാര്യം മനസ്സിലാവും. സുഭാഷ് ശ്രുതിയോട് പറയും ഞാൻ ഓർക്കുന്നത് ആ പെൺകുട്ടിയുടെ ഗതികേടാ, അവൾ എന്ത് തെറ്റാ ചെയ്തത്, നീ എന്തിനാ അവളെങ്ങനെ ചതിക്കാൻ നോക്കുന്നത്? ശ്രുതി പറയും ചേട്ടൻ ഇങ്ങനെയൊന്നും പറയല്ലേ, അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രസ് ചെയ്യണ്ടേ, അതിനു വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. സുഭാഷ് പറയും പെണ്ണ് ഇമ്പ്രസ് ആവണമെങ്കിലേ ആണിന് സത്യം ഉണ്ടാവണം, വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും സത്യമില്ലാത്തൊരു പുരുഷനെ ഒരു പെണ്ണും വിശ്വസിക്കില്ല. ശ്രുതി പറയും നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല ആൾ സുഭാഷ് ഏട്ടനല്ലേ, എന്നിട്ടും സുഭാഷ് ഏട്ടനെ ഒരു പെണ്ണും പ്രേമിക്കുന്നില്ലല്ലോ. സുഭാഷ് പറയട്ടാ ഞാൻ പറയുന്നത് എന്താ, നീ കേൾക്കുന്നത് എന്താ, ഒരു നുണ മറയ്ക്കാൻ വേറൊന്ന്, അത് മറയ്ക്കാൻ മറ്റൊന്ന്, ഒരു ദിവസം നീ തന്നെ വലിയൊരു നുണയാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും, അന്ന് അവളുടെ ഉള്ളിൽ നിനക്കൊരു വിലയുണ്ടാവില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, ചെന്ന് എല്ലാ സത്യവും അവളോട് തുറന്നു പറ. പക്ഷേ ശ്രുതി അതൊന്നും സമ്മതിക്കില്ല. ഇതിനാണോ ഞാൻ അവളെ ഇത്ര കഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, ഇതൊക്കെ അറിഞ്ഞാൽ അവൾ ആ നിമിഷം നമ്മുടെ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോവും. സുഭാഷ് അപ്പോഴും ശ്രുതിയോട് സത്യം പറയണമെന്ന് പറയും. സുഭാഷ് പോയി കഴിയുമ്പോൾ ശ്രുതി പറയും ഇയാൾക്ക് വല്ല സുവിശേഷ പ്രസംഗത്തിനും പോയിക്കൂടെ. നികേഷ് നിധിക്ക് ഒരു ജ്യൂസ് കൊണ്ടുകൊടുക്കും, ഇൻ്റർവ്യൂവിനൊക്കെ പോയി വന്നാലേ ഇത് കുടിച്ചോളൂ എന്ന് പറയും. നിധി പറയും അതൊന്നും നടന്നില്ലടാ. നികേഷ് പറയും കുഴപ്പമില്ല, ഇനിയും നടക്കാവുന്നതല്ലേ ഉള്ളൂ. എടാ നികേഷേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, സുനന്ദ പറഞ്ഞു ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ലെന്ന്, അതെന്താണെന്ന് ചോദിക്കും. നികേഷ് വീടിനെക്കുറിച്ചുള്ള കഥകളൊക്കെ ഇങ്ങനെ പറയാണ്. അച്ഛൻ ജയിലിൽ കിടന്ന കാര്യമൊക്കെ പറയുമ്പോൾ നിധി ഞെട്ടും. നികേഷ് ചോദിക്കും ഇതൊന്നും സുധിയേട്ട ഇതുവരെ പറഞ്ഞില്ലേ, അച്ഛൻ അമ്മയെ കൊന്നതാണെന്നാണ് പോലീസുകാർ പറഞ്ഞത്, അച്ഛൻ അല്ലെന്നോ ആണെന്നോ ഒന്നും പറഞ്ഞില്ല. സുധിയേട്ടൻ ചിലപ്പോൾ മനഃപൂർവ്വം പറയാതിരുന്നാവും, ഇതൊക്കെ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരികയാണ്. നിധി സുഭാഷിനോട് പറയും സുഭാഷ് ഏട്ടാ ഇൻ്റർവ്യൂവിനെ പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ, അത് നടന്നില്ല, സുഭാഷ് ഏട്ടൻ ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് പറയുമോ? സുഭാഷ് പറയും മോളെ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? സുഭാഷ് നിധിയെയും കൂട്ടി പണി സൈറ്റിലേക്ക് പോവാണ്. ഹിന്ദിക്കാരൻ വന്നിട്ട് വേഗം നിധിയെ പരിചയപ്പെടും. നിധിയേക്കും ഇവിടെ ഉള്ള ആളല്ലേ, പക്ഷേ നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. അയാൾ പറയും സുഭാഷ് ഏട്ടൻ്റെ കൂടെ അല്ലേ, അപ്പോൾ നന്നായിട്ട് മലയാളം പറയും, പാട്ടും പാടും. നിധി സുഭാഷിനോട് ചോദിക്കും വലിയ ബിൽഡിംഗ് ആണല്ലോ, ഇതൊക്കെ സുഭാഷ് ഏട്ടന് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? സുഭാഷ് പറയും മോളെ കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, നേരത്തെ ഒരു ഹിന്ദിക്കാരനെ കണ്ടില്ലേ, അതുപോലെ ഒരു മേസ്തിരിയാണ് ഞാനും. ഇന്ന് മോളൊരു ഇൻ്റർവ്യൂവിന് പോയില്ലേ, അത് ഞാൻ പറഞ്ഞു വിട്ട സ്ഥലമല്ല, അത് അവനറിയുന്ന ഏതോ സ്ഥലമാണ്. മോൾക്ക് ജോലി ചെയ്യാൻ പറ്റിയ ഒരു കമ്പനി എനിക്കറിയില്ല. അന്ന് എനിക്ക് മോളോട് സത്യം പറയാനും കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തിയതാ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, താഴെയുള്ളവർക്ക് ആരും ഇല്ലായിരുന്നു. അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാനൊരു സാധാ ജോലിക്കാരനാണെന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. മോളെന്നോട് ജോലിയെപ്പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. എനിക്കത് വാങ്ങിത്തരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലല്ലേ മോളെന്നോട് ചോദിക്കുന്നത്. ഇക്കാര്യം കൊണ്ട് മോക്ക് സുധീഷിനോട് ദേഷ്യം തോന്നണ്ട, അവനത്ര കുഴപ്പക്കാരനൊന്നുമല്ല, ഇങ്ങനൊരു സാഹചര്യത്തിലല്ലേ അവൻ വളർന്നത്, അതുകൊണ്ടാവും അവനിങ്ങനെ ഓരോ നുണകളൊക്കെ തട്ടിവിടുന്നത്. വെരി സോറി മോളെ, ഞാൻ എനിക്കറിയാവുന്ന എഞ്ചിനീയേഴ്സിനോടൊക്കെ മോളുടെ കാര്യം പറയാം. പിന്നെയും സുഭാഷ് സോറി പറയുമ്പോൾ നിധി പറയും അയ്യോ സുഭാഷ് ഏട്ടൻ എന്തിനാ സോറിയൊക്കെ പറയുന്നത്,
സുഭാഷ് ഏട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എല്ലാ ദിവസവും ജോലി ജോലി എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിയത് ഞാനാണ് ശരിക്കും സോറിയൊക്കെ പറയേണ്ടത്. അതും പറഞ്ഞ് നിധി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നിധിക്ക് പോകുമ്പോൾ കരച്ചിൽ വരും.